മാർക്സിൽ നിന്ന് വിവേകാനന്ദനിലേക്ക് നമുക്ക് വിളിക്കാം. മാറ്റം പാടില്ല എന്ന് CPM-ന്റെ തലതൊട്ടപ്പനായ കാർൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. പൊതുവെ നമ്മുടെ കേരളത്തിലെ രണ്ട് മുന്നണി നമ്മുടെ ജനങ്ങളെ ചതിക്കുകയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. BJP-യിലേക്ക് വന്നതിൽ തെറ്റായി പോയോ എന്ന് തോന്നും എന്നുള്ളൊരു പേടിയുണ്ടോ? ഇന്ത്യയെ ലോകത്തിന് നെറുകിൽ എത്തിക്കാനുള്ള നരേന്ദ്രമോദിജിയുടെ ഗവൺമെൻറ് നടത്തുന്ന ശ്രമങ്ങൾ ഇന്ന് വേൾഡിൽ നിങ്ങൾക്ക് അവിടെ പോയാലറിയാം. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളിക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാരന് ഒരു അന്തസ്സ് ഉണ്ടായി കൊടുത്തത് നരേന്ദ്രമോദി. റെജി ലൂക്കോസിനെ ന്യായീകരിച്ച് മടുത്തിട്ടാണ് റെജി ലൂക്കോസ് BJP-യിലേക്ക് എത്തിയത് എന്നാണ്. നരേന്ദ്രമോദിജിയെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഒരു അപൂർവ അവസരം കിട്ടിയ ആളാണ്. ഗുജറാത്തിൽ കലാപം ഉണ്ടാക്കി, വംശീയ കലാപം ഉണ്ടാക്കി, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞൊരു നെഗറ്റീവ് ഇമേജ് അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്തു. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു മോഡി വളരെ പ്ലസൻ്റായിട്ട് നമുക്ക് അട്രാക്റ്റീവായ രീതിയിലാണ്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ട്, അങ്ങ് എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. പെട്ടെന്നുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെയാണ് റെജി ലൂക്കോസ് BJP-യിലേക്ക് എത്തുന്നത്. നമ്മളാണ് നമ്മളെക്കുറിച്ച് ആദ്യം ചിന്തിക്കേണ്ടത്, ശരിയോ തെറ്റോ എന്നുള്ളത്. നമ്മൾ കേരളത്തിൻ്റെ 4 ചുവരിനുള്ളിൽ നിന്ന് മാത്രം നമ്മൾ ലോകത്തെ കാണുന്നത്. അവരെല്ലാവരും പറഞ്ഞു റൈറ്റ് ഡിസിഷൻ ഇൻ ദ റൈറ്റ് എന്ന് പറഞ്ഞു.